സർവോവിത സർവാനുല്ലംഘശാസന ശ്രീചക്രാതിനിലയ ശ്രീമത്സുന്ദരി അംബിക ഏവം സഹസ്രം നാരായണാദേവി ആനയോ അതെ നമ്മളെ പഴയ പാട്ടത്തിൻ്റെ 12 വയസ്സൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനാണിത് കൊണ്ടുവന്ന് കൊടുത്തിട്ട് 2 ഒക്കെ വാങ്ങി. അപ്പം അങ്ങനെയുള്ള ഓർമ്മയാണ്. ഇതുണ്ടല്ലോ എൻ്റെ പേര് ഗംഗാധരൻ. മനയത്ത് തറവാട്ടിലെ ഒരംഗമാണ്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പുരാതനമായിട്ടുള്ളൊരു ക്ഷേത്രമാണിത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് അത് ഈ മനയത്ത് തറവാട് ക്ഷയിച്ചതോടനുബന്ധിച്ച് ഇതും ക്ഷയിച്ചെങ്ങനെ വന്നു. അപ്പോൾ ഇതിൻ്റെ ഇത്രയും സ്വത്തുക്കൾ തൽപരകക്ഷികൾ ഇത് കൈക്കലാക്കാനുള്ള തയ്യാറെടുപ്പിൽ പലതും ഇവിടെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് അച്ഛൻ്റെ കാലശേഷം ജ്യേഷ്ഠനായിരുന്നു. അപ്പോൾ ജ്യേഷ്ഠന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ജ്യേഷ്ഠന് ഇവർ ഈ തൽപരകക്ഷികളൊക്കെ ദൂരെ നിർത്തിക്കൊണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ് ഇത് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരാഗ്രഹത്തിൽ ഞാൻ മുമ്പ് തന്നെ ഇതിനെപ്പറ്റി ഈ പരിസരവാസികളോട് പറഞ്ഞിരുന്നു. കാരണം ഇത് അന്യാധീനപ്പെട്ടു പോയി കഴിഞ്ഞാൽ പരിസരത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് വരും. ക്ഷേത്രവശന്മാർ അതേമാതിരി കുടുംബത്തിലെല്ലാവർക്കും ഇങ്ങനെ അനർത്ഥങ്ങളുണ്ടാവും. അങ്ങനെ തിരിച്ചു പിടിക്കാനുള്ള പല ശ്രമങ്ങളും ഞങ്ങൾ നടത്തിയപ്പോൾ ഇതിനടുത്തുള്ള ആൾക്കാരൊക്കെ ഈ സ്ഥലങ്ങളൊക്കെ കൈയടക്കി വെച്ചിരിക്കുക. അപ്പോൾ ഇത് പലതും നശിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കിണറിൽ ഈ ബിംബങ്ങളും ഇതൊക്കെ കാണാനുണ്ട്. ഇതൊക്കെ എടുത്ത് കിണറ്റിലിടുക, വിളക്കുകൾ, പൂജാ സാധനങ്ങളൊക്കെ. അപ്പോൾ ഇവിടെ ഇങ്ങോട്ട് ആരും അടുപ്പിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെയാണിത് ഇങ്ങനെ നാശത്തിൽ വന്നത്. ഇത് തിരിച്ചു പിടിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞങ്ങൾ നടത്തുന്നുണ്ട്. ഇത് കഴിയുന്നതും വേഗം തിരിച്ചു പിടിച്ച് ഇത് വേണ്ട മാതിരി കൈകാര്യം ചെയ്ത് പുനരുദ്ധാരണം ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് നാട്ടുകാരും ഞങ്ങളും ഒക്കെ. അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഗംഗാരട്ടൻ പറഞ്ഞ പോലെ അവരെ കുടുംബ താവഴിയായിട്ട് നിലനിന്ന് വന്നിരുന്ന ഒരു ക്ഷേത്രം. ആ ക്ഷേത്രത്തിൻ്റെ യഥാർത്ഥത്തിൽ ഇപ്പോഴത്തെ റീസർവേ നമ്പർ പ്രകാരം റീസർവേ നമ്പർ 100 21 ഏക്കർ 14 സെൻറ്റ് സ്ഥലം ക്ഷേത്രത്തിനായിട്ട് നികുതി നീക്കായിട്ടുള്ള സ്ഥലം. അപ്പോൾ ആ നികുതി നീക്കായിട്ടുള്ള സ്ഥലം റവന്യൂ ഉദ്യോഗസ്ഥരുടെ ചില തൽപര കക്ഷികളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് അത് സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതായിട്ടാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. അപ്പോൾ അത് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയും അതുപോലെ ഈ പരിസരത്തുള്ള പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാരും ഒത്തുചേർന്നുകൊണ്ട് ആണ് ഈ ക്ഷേത്രം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. ആ ശ്രമം തടയാനായിട്ട് ചില തൽപര കക്ഷികൾ ശക്തമായ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് വില കൊടുത്തും ഞങ്ങൾ ക്ഷേത്രത്തിൽ ഏതായാലും ഇന്നിപ്പോൾ ഇവിടെ സ്വർണ്ണപ്രശ്നം മറ്റു കാര്യങ്ങൾ വെക്കുന്നതിനെ സംബന്ധിച്ച് കൂടി ഇന്നിവിടെ കൂടി ആലോചിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായിട്ട് എന്തായാലും ഈ ശ്രമവുമായിട്ട് ഈ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും അതിനെ തരണം ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങളത് വീണ്ടെടുക്കാനുള്ള ശ്രമമായിട്ട് മുന്നോട്ട് പോകും. അതിന് എന്തായാലും ഈ പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും എല്ലാവരെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണം എന്നാണ് ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് പറയാനുള്ളത്. വളരെ കാലം മുമ്പ് ഈ പ്രദേശത്ത് വലിയ രീതിയിലുള്ള ഉത്സവങ്ങളും കാര്യമൊക്കെ നടന്ന ഒരു ക്ഷേത്രം എന്ന നിലയ്ക്ക് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ഇതിങ്ങനെ നശിച്ചു കിടക്കുന്നതുകൊണ്ടുള്ള ഒരുപാട് ദോഷങ്ങൾ അവരനുഭവപ്പെട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കൂടിയിട്ട് ഈ ക്ഷേത്രം പുനരുദ്ധരിക്കണമെന്നാണ് അവരെ ആവശ്യം. അക്കാര്യത്തിനാണ് അവർ ക്ഷേത്ര സംരക്ഷണ സമിതിയായിട്ട് ബന്ധപ്പെടുകയും സമിതിയുടെ എല്ലാ സഹായവും സഹകരണം അവർക്ക് ഉണ്ടാവുകയും ചെയ്യും. അതിനുള്ള രീതിയിൽ നല്ല രീതിയിൽ പ്രവർത്തിച്ച് നല്ലൊരു ക്ഷേത്രമാക്കി മാറ്റാനുള്ള ഒരു നല്ല കമ്മിറ്റി ഇവിടെ രൂപീകരിച്ചിട്ടുണ്ട്. അവർക്കുള്ള എല്ലാ സഹായവും ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ഭാഗത്തുനിന്നുണ്ടാവും. കോഴിക്കോട് ജില്ലയിൽ കൊയിലാണ്ടി താലൂക്കിൽ വിയ്യൂർ വില്ലേജിൽപ്പെട്ട റീസർവേ നമ്പർ 100 സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ഈ കോട്ടയിൽ ഭഗവതി ക്ഷേത്രം. ആ ഭഗവതി ക്ഷേത്രമാണ് സത്യത്തിൽ ഇന്ന് പുനരുദ്ധരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു ഭക്തജന സംഗമവും
ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി സ്വർണ്ണപ്രശ്നം മറ്റു കാര്യങ്ങൾ വെച്ച് ഇതിൻ്റെ ഭാവി കാര്യങ്ങൾ ആലോചിക്കുന്നതിനോട് കൂടിയിട്ടാണ് ഇന്ന് ഞങ്ങളുടെ ഒത്തുചേർന്നിട്ടുള്ളത്. അതുമായിട്ട് എന്തായാലും മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. നൂറ്റാണ്ടുകൾക്ക് പഴക്കമുള്ള ഒരു പൂർവിക ക്ഷേത്രമാണിത്. കാരണം ഇത് നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടുകാർ അല്ല ഇതിൻ്റെ സ്വത്തുക്കൾ നശിപ്പിക്കാൻ ഉള്ള തൽപരകക്ഷികളെ ഈ മുന്നേറ്റമാണ്. അത് തടയാനാണ് നമുക്ക് വേണ്ടത്. അപ്പം ക്ഷേത്ര സംരക്ഷണ സമിതിൻ്റെ സഹായത്തോടെ ഇത് തീർച്ചയായിട്ടും ഇത് പുനരുദ്ധരിക്കണം. അതിന് വേണ്ട എല്ലാ നടപടികളും ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ദേശാറിന് അമ്പലത്തിൽ കയറാൻ പറ്റില്ല. വൈകുന്നേരം